അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്. കാരണം നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളവരെ പൊന്നുപോലെ നോക്കണം. അല്ല എങ്കിൽ നമുക്കതൊരു ഖേദമായി തീരും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നല്ലോ ആരുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആരൊക്കെ യാത്രയായിട്ടുണ്ട്. ഒരുപാട് കമൻസ് വന്നു കേട്ടോ. ആ കമൻസുകളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ ഖബറിലാണ്. പലരുടെയും ഉമ്മ ഖബറിലാണ്, ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെയൊക്കെ രണ്ടും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. കാരണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് വെച്ചാൽ ആ കാലം എന്ന് വെച്ചാൽ നമുക്കെന്താ സ്വർഗമാണ്. അതെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഉമ്മയൊപ്പം ഉണ്ടാകാറുമ്പോൾ അത്ര പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഭർത്താവായാലും മക്കളായാലും എന്തൊക്കെ തന്നെയല്ല, നമ്മുടെ ഉമ്മയും ഉപ്പയുടെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു, പ്രത്യേകിച്ച് ഉമ്മമാരെന്ന് പറഞ്ഞാൽ റബ്ബേ അവർ സ്വർഗ്ഗമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. അപ്പോൾ മക്കളെ, കുറച്ച് കാലമാണെങ്കിലും നമ്മളെ മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവരുടെ കൂടെ ജീവിക്കാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും നമ്മയും അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഉമ്മയൊക്കെ പറയേ, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പച്ചി മരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മ പറയും, ദുനിയാവെന്ന് ഏതായാലും എൻ്റെ ഉപ്പച്ചിനെ എനിക്ക് കാണാൻ എനിക്ക് കഴിയൂലല്ലോ, പഠിച്ചവനെ ആഖിറത്തുനിന്നെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം നീ നൽകണേ അല്ലാ, നാളെ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഞങ്ങളെല്ലാവരും നീ ഒരുമിപ്പിക്കണേ അല്ലാ എന്ന് പറയും. കാരണം ദുനിയാവെന്ന് നമ്മൾക്ക് പഠിച്ചവൻ എനിക്ക് ഉമ്മാനെ കാണണം, എൻ്റെ ഉപ്പാനെ കാണണം എന്ന് ആഗ്രഹിച്ചാൽ നടക്കൂലല്ലോ ഒന്നും, അല്ലേ? മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ, ഖബറിൽ മറമാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ ഉപ്പാനെ എനിക്കൊന്ന് കാണണം എന്ന് വെച്ചാൽ ഒരിക്കലും, അല്ലെങ്കിൽ ഉപ്പാനോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് സംസാരിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഉമ്മ പറയും, ദുനിയാവെന്ന് ഏതായാലും കാണാൻ കഴിയൂല റബ്ബേ, നാളെ ആഖിറത്തുനിന്നെങ്കിലും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ എന്ന് പറയും. എന്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഷമ്മാസ് എന്ന് പറഞ്ഞാൽ ഉമ്മാനെ അങ്ങനെ അത്രക്കും നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ്. ഉമ്മ ഒരിക്കൽ പോലും വേദനിക്കുന്ന ഷമ്മാസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ആ ഒരു ഗോൾഡ് പോയ കാര്യമൊന്നും ഇതുവരെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. കാരണം ഉമ്മ വിഷമിക്കാൻ പാടില്ല. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സമീറയുടെ കൈകൾ കൊണ്ട് തിരിച്ച് കിട്ടിയല്ലോ, അതും വലിയൊരു ഭാഗ്യം തന്നെ. ആ ഒരു നന്ദി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഷമ്മാസിന്, ഷമിത്തയോട് ഭയങ്കര. കാരണം അത്രക്കും ആ ഒരു ഗോൾഡൊക്കെ കൊണ്ടുവന്ന് സേബയുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ. ഒരിക്കൽ പോലും എൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഉമ്മ വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള ആളാണ് നമ്മുടെ ഷമ്മാസ്. എന്തൊക്കെ തന്നെയായാലും അതാ അന്ന് ഉസ്താദ് സമീറയോട് ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി പറയുകയാണ്. ഷമി, പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ആക്കിക്കെന്നാൽ. ഓ സത്യമായിട്ടും അതെന്താ? അല്ലെങ്കിൽ സമ്മതിക്കൂലല്ലോ, ഉമ്മ സമ്മതിക്കൂലല്ലോ. ഇവിടെ ഫുഡിനുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ ഉണ്ടാക്കിക്കോളാം, അതിനെന്തെനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്തേക്കൊന്ന് പോകും വേണം. എന്നാൽ സമീറയോട് എങ്ങനെ കളവ് പറയും എന്നുള്ള രീതിയിൽ, അതെ കുറച്ച് മതി കേട്ടോ, രണ്ടാൾക്കുള്ള ഫുഡ് മതി. അപ്പോൾ നുസി, എന്താ നിങ്ങൾ ഈ പറയുന്നത്? കൊണ്ടുപോകുമ്പോൾ കുറച്ച് കൂടുതൽ കൊണ്ടുപോകണ്ടേ? ഷമി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തേക്കാ? അത് ഉമ്മ ഹോസ്പിറ്റലിലാണ്. എന്ത്? സത്യം? റബ്ബേ, ഐഷമ്മയോ? അതെ പെണ്ണെ, ഹോസ്പിറ്റലിലാണ്. അല്ലാ എൻ്റെ റബ്ബേ, എനിക്ക് വയ്യല്ലോ. എന്തുമ്മാക്ക് പറ്റിയത്? ഏയ് ഉമ്മാക്ക് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് പ്രഷർ കൂടെ എന്തോന്ന് ടെൻഷനായതാണ്. എന്നിട്ട് ഇക്ക എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലാ, നമുക്ക് വരി ഹോസ്പിറ്റലിലേക്ക് പോവാ ഇക്ക. അല്ലാ, ഞാൻ പെട്ടെന്നൊന്ന് ഫുഡാക്കട്ടെ കേട്ടോ. ഏയ് ടെൻഷനാണ്ട് കാര്യമില്ല, ഉമ്മാക്ക് സുഖമായി. ഒന്ന് വിളിക്കും മാനെ, ഒന്ന് വിളിക്കും മാനെ. അവളാകെ തളർന്നിരുന്ന് പോയി. എന്നാലും ഇക്ക എന്നോട് പറഞ്ഞില്ലല്ലോ, ഉമ്മ എനിക്ക് വേണ്ടി അത്രക്കും കഷ്ടപ്പെട്ട ഉമ്മയാണ്, എന്നിട്ട് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. പെണ്ണെ, ഞാൻ നിന്നോട് ഇനി എങ്ങനെ കളവ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഐഷമ്മയും ഷമ്മാസൊക്കെ പറഞ്ഞ് നിന്നെ ഒന്നും അറിയിക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാം, ഞാൻ എങ്ങനെ ഇത് പറയാതിച്ചിട്ടാണ് പഠിച്ചോനെ. അപ്പോൾ തന്നെ സമീറ അതാ ഉമ്മാക്ക് വിളിക്കുന്നു.
ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. എടുക്കുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞതിൽ എടുക്കുന്നില്ല എന്ന്. ആ, ഉമ്മയുടെ ഫോൺ വീട്ടിലായിരിക്കും, ഞാൻ ഷമ്മാസിനെ വിളിക്കാം. അപ്പോൾ തന്നെ അതാ ഷമ്മാസിനെ വിളിക്കുന്നു. ആ ഹലോ ഉസ്താദേ. ആ പിന്നെ ഞാൻ ഷമിയോട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എന്ത് വിചാരിച്ച് കണ്ട ഞാനിങ്ങനെ കളവ് പറയാം. കളവ് പറഞ്ഞാൽ 10 കളവ് പറയേണ്ടി വരും. സത്യം എത്ര കയ്പ്പാണെങ്കിലും അത് പറയണമെന്ന് ഞാൻ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഞാനായിട്ട് അത് കളവ് പറയുന്നത് ശരിയല്ലല്ലോ. അല്ലാ പറഞ്ഞോ. എന്നിട്ട് ഞാൻ കൊടുക്കുക, ഫോൺ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊടുക്കട്ടോ. ഉമ്മ ഇതാ. ആരാണ്? മോനെ ഷമിത്ത. ഹലോ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല ഉമ്മ, നിങ്ങൾക്ക് എന്താ ഉമ്മ പറ്റിയത്? ഉമ്മ എന്നോട് ആരും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഉമ്മ. എനിക്ക് സമാധാനമില്ലല്ലോ ഉമ്മ. നിങ്ങൾ ഇവിടെ അവിടെ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് സുഖമായിട്ട് നിൽക്കുക ഉമ്മ. നിങ്ങൾക്ക് സുഖമില്ലേ? എനിക്ക് സമാധാനം ഉണ്ടാവുമോ? എൻ്റെ പൊന്നാര മോളെ, എനിക്കൊന്നുമില്ല, ഉമ്മാക്കൊന്നുമില്ല, ഒക്കെ മാറിയിക്കണ്. ഇനി ഉമ്മാൻ്റെ കുട്ടി വരുമൊന്നും വേണ്ടേനോ, ഒക്കെ മാറിയിക്കണം, ഡിസ്ചാർജ് ചെയ്ത് പോകണം. എന്താ ഉമ്മ പറ്റിയത്? മോളെ പ്രഷറൊന്നും ഉണ്ടായി, ചെറിയൊന്ന് കൂടിയിട്ടുള്ള, വേറെ ഒന്നുമില്ല ഉമ്മ. എന്നാലും എനിക്ക് ആകെപ്പാട് ടെൻഷനാണ്. ഒന്നുമില്ല മോളെ, മാറിയിക്കണേ, ഞാൻ പോവാൻ നിൽക്കുന്നതാണ് ഉമ്മ. അല്ലാ പഠിച്ചോനെ. ഉമ്മ സത്യം പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഒന്നുമില്ല. അങ്ങനെ അതാ സമീർ അപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു. റബ്ബേ, ഉമ്മാക്ക് വേണ്ടി ചോറൊക്കെ വേഗം ഉണ്ടാക്കട്ടെ. ഞാൻ എന്നോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഒന്നും. ഒരു ദിവസമെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോയി നിന്നിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഷാമോനുണ്ടല്ലോ. അതെ, ആണായിട്ടും പെണ്ണായിട്ടും ഉമ്മയെ നോക്കാൻ ഷാമോനുണ്ട് അവിടെ. ഡോക്ടർമാർ വരെ അവനെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും വല്ലാത്തൊരു വിഷമമായിപ്പോയി. എൻ്റെ ഉമ്മാൻ എനിക്ക് ഏതായാലും നോക്കാൻ കഴിഞ്ഞില്ല. ആയുഷ്യമാനെങ്കിലും നോക്കാൻ ഞാൻ പിന്നെ എന്താ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളത്? എനിക്ക് ഉമ്മാരെ നോക്കിയ കൂലിയൊന്നും എനിക്ക് കിട്ടൂലല്ലോ ഇക്ക. മോളെ, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. നീ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് എന്താ ചെയ്തേണ്ടത് അതൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. നിനക്ക് ബുദ്ധിമുട്ടാവുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ. എന്താടി? പിന്നെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ഞാനും ഉണ്ട് കേട്ടോ. എന്നോട് നേരത്തെ മിണ്ടാതെ ഇപ്പോൾ പോയതൊക്കെ ഹോസ്പിറ്റലിലേക്കായിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സമീറക്ക്. സോറി, സാരല്ലിക്ക. എനിക്ക് വല്ലാത്ത ഉമ്മ വിചാരിക്കൂലേ ഒന്നുമില്ലെങ്കിൽ. ഇവരൊക്കെ നോക്കി കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിട്ടും ഞങ്ങളോട് എന്താ ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെയല്ല, ആയുഷമ്മ തന്നെയാണ് പറഞ്ഞ ആരും അറിയിക്കണ്ടെന്ന്. പിന്നെ ഇപ്പം എന്താ, സ്വന്തം മോളെ പോലും അറിയിച്ചിട്ടില്ല. എന്നാലിക്ക അങ്ങനെയല്ലല്ലോ ഉമ്മ, ഞങ്ങൾ അങ്ങനെ നോക്കിയതല്ലേ, അതുകൊണ്ടാണ്. അവൾ അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അതാ ഷെറീനയും റാഹിലയും കുടിയിരിക്കലിന് സാധനം വാങ്ങുവാൻ വേണ്ടി അതാ ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. എടി, അത്ര മോശം നോക്കണ്ട, കുറച്ച് നല്ലത് തന്നെ വാങ്ങിക്കോ. എന്തൊക്കെ തന്നെയായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഗിഫ്റ്റ് വാങ്ങാം. നമ്മൾ പോയതൊക്കെ ഒന്ന് അറിയട്ടെ. അങ്ങനെ അവർ ഗിഫ്റ്റെല്ലാം പാക്ക് ചെയ്ത്, അതേ ഇവൻ പേര് എഴുതിക്കോളി കേട്ടോ. എന്താ എഴുതേണ്ടത്? ഷെറീന റാഹില എഴുതിക്കോളി. ഓക്കെ. അങ്ങനെ അവർ ഗിഫ്റ്റിന്മേൽ പേരെല്ലാം എഴുതി. പിന്നെ ആളുകൾ തിരക്കായിട്ടുണ്ടാവും, രാവിലെ അങ്ങോട്ട് എത്താനും കഴിഞ്ഞില്ല. അവർ അപ്പോൾ തന്നെ അതാ നേരെ കുടിയിരിക്കലിനെ പോവുകയാണ്. എന്നാൽ വരുന്നവരെ സ്വീകരിക്കാൻ തന്നെ അവിടെ സത്താറുണ്ട്. അവർ ഓട്ടോ ഇറങ്ങി നേരെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ സത്താർ ഷെറീനയെ നോക്കി ഒന്ന് ചിരിച്ചു. എവിടെ? ഞാൻ നോക്കി നിൽക്കായിരുന്നു, എവിടെ ലേറ്റായല്ലോ. ഞങ്ങൾ എന്നാൽ കയറി ഇരിക്കി വരി. അവർ അകത്തേക്ക് കയറി. അവിടെ കുഞ്ഞിക്കതിയാത്ത എല്ലാവരെയും സ്വീകരിക്കും വേണ്ടി നിൽക്കുന്നു. വരി. അല്ലാ, ആരത്? ഇരിക്കിട്ടോ മോളെ. എടി സൗദ, വന്ന് നോക്കിയത് ആരാന്നുള്ളത്. ആരും ഉമ്മ. ശരി, എന്തിനാണ് ഇതൊക്കെ വാങ്ങിയത്? ഗിഫ്റ്റ് കൈകളിൽ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു, എന്തിനിപ്പോൾ ഇതൊക്കെ വാങ്ങിയത്? ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൻ്റേതായ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ ചെയ്യാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുഞ്ഞിക്കതിയത്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഏതോ വലിയൊരു കോടീശ്വരി ആയതുപോലെയാണ് തോന്നിയത്. ആ വീട്ടിൽ വളരെയധികം ഗംഭീരമായ കുടിയിരിക്കൽ നടക്കുകയാണ്.
അവർ എല്ലാ റൂമിലും മുകളിലും ഒക്കെ കയറി നോക്കി. ആ, ഫുള്ള് സെറ്റപ്പാണല്ലോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല മട്ടത്തിലാക്കിയിട്ടുണ്ട്. എന്നാലിപ്പോൾ ഇതിനൊക്കെ പൈസയൊക്കെ നവാസ് അയച്ചു കൊടുത്തതല്ലേ? നവാസിൻ്റേതാണ് ക്യാഷ് മുഴുവനും, വേറൊന്നുമല്ല. നവാസ് അതിനൊക്കെ നല്ല ലക്ഷക്കണക്കിന് രൂപ ഇറക്കിക്കണേ. ആ, ഓളിപ്പോൾ നല്ല ഗൾഫുകാരൻ്റെ ഭാര്യക്കായി മാറിയില്ലേ? എന്തൊക്കെ തന്നെയാലും വല്ലാതെ ബന്ധം മുന്നോട്ട് പോകില്ല. കണ്ടില്ലേ, ഓനാണ് മുന്നിൽ. അതെ, അവൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തട്ടോ. സത്താർ എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിക്കുന്നു. ശരിക്കും അവൻ്റെ വീട് പോലെ തന്നെയാണ് അവിടെ അത് അവൻ പെരുമാറുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിച്ച് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ക്ഷണിക്കുന്നു. എന്നാൽ ഈ സമയം അതാ നവാസ് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഭാരങ്ങളെല്ലാം എവിടെ ഇറക്കി വെക്കും എന്നുള്ള രീതിയിലായിരുന്നു നവാസ്. അവൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ അവൻ്റെ ഷോപ്പിലെത്തിയപ്പോഴും അവൻ്റെ മുഖത്താകെ ഒരു വിമുഖത, ആകെപ്പാടെ ഒരു മ്ലാനത. അല്ല, എന്തിപ്പോൾ ഫാമിലി ഒന്നും ഇല്ലേ? തൻ്റെ കൂട്ടുകാർ, തൻ്റെ സ്റ്റാഫ് ചോദിക്കുകയാണ്, ഫാമിലി ഇല്ലേക്കാ? ഇല്ല, ഫാമിലി ഇല്ല, വന്നിട്ടില്ല. ഓ, അല്ല, ഡെലിവറി കഴിഞ്ഞോ? അത് കേട്ടപ്പോൾ ശരിക്കും അവൻ്റെ മുഖം വല്ലാതെയായി. അത് ഡെലിവറി ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആ, എന്താ ഈ സമയത്ത്? ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്തായി? ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു അവൻ. പലരെയും ഫേസ് ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു ക്ഷീണമുണ്ട്, എന്തോ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അന്ന് അവൻ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് എത്തി. അതെ, ആ റൂമിലേക്ക് കിടന്ന അവൻ പൊട്ടിക്കരഞ്ഞു. അത് തൻ്റെ റൂമിൽ തൻ്റെ പിഞ്ചു മക്കളുടെ ആ കിളിക്കൊഞ്ചലുകൾ ഇല്ല. എൻ്റെ മക്കൾ, റബ്ബേ, അവർ എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെല്ലാം ഉപേക്ഷിച്ച് ഞാനിങ്ങ് പോന്നു. എൻ്റെ മക്കളില്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ. അത് ജനനം മുതൽ തന്നെ മക്കളിൻ്റെ കൂടെ ഉണ്ട്. ഫസീൽ ഓളെ വീട്ടിൽ പോലും പോയി കയറില്ലായിരുന്നു. അതെ, ശരിക്കും ആ പൊന്നു മോനെ വല്ലാതെ അങ്ങ് മിസ് ചെയ്തു. അതെ, എന്നെ മതിയായിരുന്നു ഓനക്ക്. പാവം, ഞാൻ തിരിച്ചു പോരുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടെൻ്റെ പിന്നാലെ ഓടുന്നത്, ഹൃദയം പൊട്ടിപ്പോകുന്ന കാഴ്ച, അത് നവാസിന് സമാധാനമില്ലായിരുന്നു. ആ ഫ്ലൈറ്റ് യാത്രയിൽ മുഴുവനും അവന് കണ്ണീരായിരുന്നു. എന്നാൽ തിരിച്ച് ഗൾഫിലെ റൂമിലേക്ക് എത്തിയപ്പോൾ മനം വല്ലാതെ അങ്ങ് നൊന്തുപോയി. മക്കളെ ഫോൺ എടുത്ത് മക്കളുടെ ഫോട്ടോ നോക്കി. റബ്ബേ, എൻ്റെ കുട്ടികൾ. എന്നാലും സൗദാ, നീ എന്നോടിത് ചെയ്തല്ലോ. അതെ, നിനക്ക് എന്ത് തോന്നിയിട്ടാണ്? അതെ, അവൾ കിടന്നിരുന്ന ആ ഒരു ബെഡ്, അവൾ കിടന്ന റൂം, അവൾ ഉപയോഗിച്ച അടുക്കള, അവൾ വൃത്തിയാക്കി വെച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിൻ്റെ ഉൾഭാഗം, അതെല്ലാം നോക്കിയപ്പോൾ ശരിക്കും അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. സൗദാ, എന്തിനായിരുന്നടി എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നത്? അതെ, ഇതിനായിരുന്നോ? എന്നാലും നിനക്ക് എങ്ങനെ തോന്നി സൗദാ എന്നോടിത് ചെയ്യാൻ? സൗദ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്നെ കൂടുതൽ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതെ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തന്നതാണോ? നിനക്ക് എൻ്റെ ഉമ്മ പോലും അറിയാതെ വീടിന് വേണ്ടിയുള്ള ക്യാഷും കാര്യങ്ങളും എല്ലാം അയച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിന്നെ പൊന്നു പോലെ നോക്കിയതാണോ? നിന്നെ ഗൾഫിലേക്ക് കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറ. ഞാൻ പറഞ്ഞ് അനുസരിക്കാതെ നീ അങ്ങ് പോയി അല്ലേ? എന്നിട്ട് പിന്നാലെ ഒരുത്തനെ വീട്ടിൽ പൊറുപ്പിച്ച് കഴിയുകയാണ് നീയും നിൻ്റെ ഉമ്മയും. ഒരു വാക്ക് നിനക്ക് പറഞ്ഞൂടെ? അത് പാടില്ലമ്മ എന്നുള്ളത്. പക്ഷെ നീയും കൂടെ അതിന് കൂട്ടു നിൽക്കുകയാണ്. അത് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ അവനുണ്ട്, വീടിൻ്റെ കുടിരിക്കൽ നടത്താൻ അവനുണ്ട്, എല്ലാത്തിനും അവനുണ്ടല്ലോ. പിന്നെ എന്താടി എനിക്കുള്ള സ്ഥാനം ഇവിടെ? സൗദാ, നീ ഇത്രക്കും ക്രൂരയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സൗദാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടി, നീ ഇത്ര പെട്ടെന്ന് നിൻ്റെ മനസ്സ് മാറുന്നുള്ളത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അല്ലാഹുവേ, റഹ്മാനെ, പഠിച്ചോനെ, എൻ്റെ ജീവിതം ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ് റബ്ബേ. ഒന്ന് റെഡിയായപ്പോൾ ഒന്ന്. എന്നാൽ പെട്ടെന്ന് അത് ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, ഫസീല. ഹലോ, അസ്സലാമു അലൈക്കും ഇക്ക. എന്താ എത്തിയപ്പോൾ ഒന്ന് വിളിച്ചു എന്നല്ലാതെ പിന്നീട് ഒന്നുമില്ലല്ലോ. എന്താ ഇക്ക? ആകെപ്പാടെ ടെൻഷനിലാണ് ഇക്ക. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉംറക്ക് വരുമ്പോഴേ ഞാനങ്ങോട്ട് വരാം കേട്ടോ.
ഇൻഷാ അല്ലാഹ് ഖിറാഅത്തിലാകട്ടെ. ഇക്ക നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? പിന്നിക്ക മക്കൾ ഭയങ്കര കരച്ചിലാണ്. പൊന്നു മോനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണില്ല. നമ്മളെ മോനെ അവൻ ഉപ്പച്ചിനെ ചോദിച്ച് കരയാണ്. ഞാൻ എന്താ ഇക്ക ചെയ്യുക? അതെ, മോൻ ജനിച്ചതിന് ശേഷം എപ്പോഴും ഉപ്പച്ചി ഉണ്ടല്ലോ മക്കളുടെ കൂടെ. മോനെ കരഞ്ഞിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത സങ്കടത്തിലാണ്. എന്താ ഇക്ക ഞാൻ ചെയ്യുക? മോനെ ഉപ്പച്ചിനെ കാണുന്ന പറഞ്ഞ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതെ, ഒരേ ഒരു കിടത്താണ്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക? ശരിക്കും നവാസിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതേ, തൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന പൊന്നുമോനാണ്. അതെ, അവളില്ലാത്ത സമയത്ത് പോലും ഞാനാണ് അവനെ പോറ്റി വളർത്തിയത്. എൻ്റെ പൊന്നുമോനെ, എൻ്റെ മക്കളെ. അല്ലാ, അത് ഫസീല, എങ്ങനെയെങ്കിലും അവന് ഭക്ഷണം കൊടുക്കാൻ നോക്ക്. കഴിയുന്നില്ലക്ക. ഓന് പറ്റിയങ്ങ് തളർന്നു പോയിട്ടുണ്ടിക്ക. ഞാൻ എന്ത് ചെയ്യാം? എനിക്കറിയുന്നില്ലക്ക. എന്തെങ്കിലും ഒരു വഴി, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ഭയപ്പെടുന്നിക്ക. ശരിക്കും നവാസിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും റബ്ബേ? അതെ, എൻ്റെ മക്കളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഞാൻ എന്താ റബ്ബേ ചെയ്യുക? റഹ്മാനെ, അതെ, നാട്ടിലേക്ക് പോകുകയെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും എനിക്ക് താല്പര്യമില്ല. സൗദിയുടെ കുറിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു തരുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. എനിക്ക് കഴിയുന്നില്ലല്ല. ക്രൂരമ്പുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്കാണ് അവർ കുത്തുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ സൗദിയുടെ ഉമ്മാക്ക് അല്പമെങ്കിലും ഒരു നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അവരങ്ങനെ ചെയ്യില്ല. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. അതെ, വീട് പണിയാനും മക്കൾക്ക് വേണ്ടിയതും എല്ലാം അവർക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷേ അവർ ഒരിക്കൽ പോലും ഒരു നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്പമൊന്ന് ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ നല്ല മനസ്സ് ഒന്നും വേണ്ട റബ്ബേ. പഠിച്ചവനെ, നീ വിധിച്ചാലേ നടക്കുള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരാൾക്കും ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നവരെല്ലാം എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നവാസ് വിതുമ്പിക്കരഞ്ഞു. അതെ, തൻ്റെ റൂമിൽ തൻ്റെ മക്കളുമില്ല, തൻ്റെ ഭാര്യയുമില്ല, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരവസ്ഥ. പെട്ടെന്നാണ് അവനത് ഓർത്തത്. അതെ, സൗദയുടെ വീട്ടിൽ ഇന്ന് കുടിയിരിക്കലാണ്. അതെ, സത്താറുണ്ടാവും എല്ലാത്തിനും മുൻപന്തിയിൽ. അല്ലെങ്കിലും അവളെ കിട്ടാൻ ആഗ്രഹിച്ചതായിരുന്നത്രേ. ആഗ്രഹം പോലെയൊക്കെ നടക്കുമായിരിക്കും അവർ. നവാസ് ഒരു നിമിഷം നെടുവീർപ്പിട്ടു. എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിച്ചു. റഹ്മാനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. സൗദയുടെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മരുമകനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നവാസ് ഗൾഫിൽ പോയതാണ് എന്നതാണ് എല്ലാവരോടും പറഞ്ഞത്. അത് ഒരിക്കൽ പോലും പിണങ്ങി നിൽക്കുകയാണെന്നോ അല്ലെങ്കിൽ തമ്മിൽ ബന്ധമില്ല എന്നൊന്നും അവിടെ പറഞ്ഞില്ല. എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇനി എന്തായിത്തീരും സൗദിയുടെ ജീവിതം? സത്താറിൻ്റെ കൂടെ അവൾ ജീവിക്കുമോ അതോ നവാസിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.